നമസ്കാരം, ഞാൻ രശ്മി സരൻ. ഇന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെയാണ് എള്ളുണ്ട വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. വെളുത്ത എള്ള് വെച്ചിട്ടും കറുത്ത എള്ള് വെച്ചിട്ടും അതല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇന്ന് ഈ വെളുത്ത എള്ള് വെച്ചിട്ടുള്ള എള്ളുണ്ടയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് എള്ളൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കി എടുത്തിരിക്കുന്ന പാനിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ 1.25 കപ്പ് ഫുള്ളായിട്ടും എള്ളുണ്ട്. ഈ എള്ള് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന എള്ളാണ്. എള്ള് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഉണക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിലൊരു 10 മിനിറ്റ് ഒന്ന് എന്തെങ്കിലും ഒരു പാത്രത്തിലോ തുണിയിലോ എള്ള് നിരത്തി വെച്ചിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. ഈ എള്ള് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. എള്ളിൻ്റെ നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എള്ള് പൊട്ടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലുള്ള എള്ളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കണം. ഞാനിവിടെ 125 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ചീകി കഴിഞ്ഞപ്പോൾ 3/4 കപ്പ് ശർക്കരയുണ്ട്. 3/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ ഉണ്ട്, എന്നാൽ 1 കപ്പ് ഇല്ലാതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കണം. 1/4 കപ്പ് എന്ന് പറയുന്നത് 6 ടേബിൾ സ്പൂൺ വെള്ളമുണ്ട്. ഇനി ഈ ശർക്കര മുഴുവൻ വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞ് കുറുകുന്നതിന് മുൻപായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന ശർക്കരപ്പാനി നമുക്ക് എള്ളിട്ടിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ശർക്കരപ്പാനി ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ശർക്കരേൻ്റെ ആ ഒരു ഓവറായിട്ടുള്ള ആ കുത്തലങ്ങ് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് ഉരുകാത്ത നെയ്യാണ്. ഉരുകിയ നെയ്യാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ നിറച്ചും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 4 ഏലക്കായ പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ ഏലക്കേൻ്റെ രുചി ഒരുപാട് മുന്നിലേക്കായിട്ട് നിൽക്കില്ല. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ സ്പൂണിലെടുത്ത് കൈകൊണ്ട് 2 വിരലും കൊണ്ടൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ 2 വിരലിലേക്കും ഇതേപോലെ ഒരു നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ ശർക്കര ഒരു നൂൽപാകം ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു നൂൽപാകം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ശർക്കരപ്പാനി എള്ളിടാനുള്ള പാകമായിട്ടുണ്ടാകും. ആ പാകം ആയോ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. അതിലേക്ക് ശർക്കരപ്പാനിന്ന് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എള്ളിടാനുള്ള പാകമായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ വറുത്തു മാറ്റി തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന എള്ളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എള്ളും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് എള്ളുണ്ടയായിട്ട് ഉരുട്ടിയെടുക്കണം. കൈകൊണ്ട് തൊടാനായിട്ട് പറ്റുന്ന ചൂടുള്ളപ്പോൾ തന്നെ ഉരുട്ടാനായിട്ട് തുടങ്ങണം. ചൂട് കുറഞ്ഞാൽ പിന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഉരുട്ടാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവണം. ഇതെല്ലായതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നെയ്യ് തടവിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എള്ളിതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് അമർത്തി ഷേപ്പ് ചെയ്തതിന് ശേഷം ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. ഓരോ എള്ളും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പതുക്കെ അമർത്തണേ. അത് കഴിഞ്ഞിട്ട് വേണം കുറച്ചും കൂടെ ബലം കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ. ആദ്യം ഉണ്ടാക്കിയെടുക്കുന്ന എള്ളുണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് നേരം കഴിഞ്ഞ് ചൂടൊന്ന് തണുത്ത് തുടങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉരുട്ടി തുടങ്ങാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് പാൻ ഒന്നും കൂടി ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് ചൂടാക്കരുത്, കരിഞ്ഞു പോകും. ഒന്നങ്ങ് ചൂട് കയറ്റിയെടുക്കുക. എന്നിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നല്ലോണം അമർത്തി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഈ ഒരളവിൽ എള്ളെടുത്തപ്പോൾ എനിക്ക് ഇതേപോലെയുള്ള 23 എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എള്ളുണ്ട വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശർക്കരപ്പാനീൻ്റെ പാകമാണ്. ഒരു നൂൽ പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനീൻ്റെ പാകമാവും. പിന്നെ എള്ള് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ ഉരുട്ടാനായിട്ട് തുടങ്ങുക. ഉരുട്ടിയിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങുന്ന സമയത്ത് പാൻ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ശർക്കര ഒന്ന് അലിയാനായിട്ട് തുടങ്ങും. ആ സമയത്ത് വീണ്ടും ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുക.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതേപോലെ എള്ളുണ്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.